വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ പറയുന്നത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. മങ്കൂസ് മൗലിദ് നമുക്കറിയാം, എല്ലാ വീടുകളിലും റബീഉൽ അവ്വലായാലും അല്ലെങ്കിലും സാധാരണ പാരായണം ചെയ്യുന്നത് മങ്കൂസ് മൗലിദ് തന്നെയാണ്. സുബ്ഹാനല്ലദീ അത്ല ഫീ ശൈരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വവജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദ്. ആ മൗലിദിൽ കുറച്ച് 4-5 വരികൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം പാപമോചനം നേടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ്. പിന്നെ വസ്തഗാസ ബിഹി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഇസ്തിഗാസ ആരോട് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തു എന്നാണ്. വകാന ഫി സുൽബി ഇബ്രാഹിമ ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അഗ്നിയിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ ആരുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നാണ്. സത്യത്തിൽ ഇതും ഖുർആന് വിരുദ്ധമാണല്ലോ. ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയത് അഥവാ മങ്കൂസ് മൗലിദിന്റെ 1-2 വരികൾ കഴിഞ്ഞാൽ പിന്നൊക്കെ ഖുർആനിന് വിരുദ്ധമാണ് എന്നാണ് ഒരു സാധു, ഒരു തൊപ്പി ധരിച്ച ഒരാൾ പറയുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാൾ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അയാൾ തൊപ്പിയൊക്കെ ധരിച്ച് ഒരു സുന്നി പണ്ഡിതന്റെ വേഷവിധാനങ്ങളോടുകൂടെ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവശ്യമില്ലാതെ പ്രചരിപ്പിക്കുകയാണ്. ഇനി അയാൾ പറഞ്ഞത് എന്താണ്? ആദം നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ എന്ന് കഴിഞ്ഞിട്ട് തവസ്സല ബിഹി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദം നബി തവസ്സുലാക്കിയത്. വസ്തഗാസ ബിഹി നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നബി തങ്ങളുടെ നൂറുണ്ടായിരുന്നു എന്നതൊക്കെ. ഇതിന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് ഖുർആനിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇത് കളവാണ്, കെട്ടിയുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ പരിശുദ്ധ ദീനിനെ എവിടെ നിന്നാണ് പഠിച്ചത്? ഇവർ പഠിച്ച അവലംബങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു വാട്സപ്പിൽ വന്നിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്തോ പ്രഖ്യാപിച്ചങ്ങ് പോവുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കി എന്നത് മങ്കൂസ് മൗലിദിൽ മാത്രമുള്ളതാണോ? മങ്കൂസ് മൗലിദിൽ അത് എവിടെ നിന്ന് വന്നു എന്ന് പഠിക്കണ്ടേ? ഡസൻ കണക്കിന് ഇമാമുമാർ അത് പറഞ്ഞിട്ടില്ലേ? 1-2 അല്ല, ഡസൻ കണക്കിന് ഇമാമുമാർ അത് പറഞ്ഞിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹാണ് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു പറഞ്ഞു ഉദ്ധരിച്ച ഹദീസ്. അതിൽ പറയുന്നുണ്ട്, ലമ്മഖ്തറഫ ആദമുൽ ഖതീഅ ഫഖാല യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹുവേ നീ എൻ്റെ ദോഷം പുറത്തു തരണേ എന്ന് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തൗബ ചെയ്തു എന്നുണ്ട്. ഞാൻ ആ ഹദീസ് വിശദീകരിക്കുന്നില്ല, സുപരിചിതവും സുവ്യക്തവുമാണ് അതൊക്കെ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൈഫ അറഫ്ത മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി എങ്ങനെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം അർശിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കണ്ടു. അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തി മറ്റൊരു പേര് ചേർക്കണമെങ്കിൽ അള്ളാഹുവിനോട്, ആ പേരിനോട് അല്ലെങ്കിൽ ആ പേരിൻ്റെ ഉടമയോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, മഹബത്തുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് ആദം നബി അലൈഹി സ്വലാം പറഞ്ഞ സംഭവം ഇത് കേവലം മങ്കൂസ് മൗലിദിൽ മാത്രമുള്ളതാണോ? അല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദുറുൽ മൻസൂർ അവരുടെ മറ്റു കിതാബുകളിലൊക്കെയുണ്ട്. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു അൽ മുഅ്ജമുസ് സഈറിലുണ്ട്, മറ്റു കിതാബിലുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂ നുഐം അവിടുത്തെ ദലായിലുൻ നുബുവ, താരിഖു ദിമശ്ഖിൽ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു, ഹാഫിദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മജ്മഉസ് സവായിദ്, ഇബ്നു കസീർ തങ്ങളുടെ അൽ ബിദായ, അതുപോലെ എന്തിനധികം വഹാബികളുടെ ആശ്രയ സ്രോതസ്സായ ഇബ്നു തൈമിയ, ആ കിതാബ് മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. വറവ അബൂ നുഐം അൽ ഹാഫിൽ ഫി കിതാബി ദലായിലിൻ നുബുവ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല തന്നെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, ഫഹാദൽ ഹദീസു യുഅയ്യിദുൽ ലദീ ഖബ്ലഹു വഹുമാ കതഫ്സീരിൽ അഹാദീസി സ്വഹീഹ. ഇത് തള്ളപ്പെടേണ്ട ഹദീസ് എന്നല്ല പറഞ്ഞത്, മുമ്പ് പറഞ്ഞതിനോട് ശക്തി പകരുന്ന ഹദീസാണ് എന്നാണ് ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫത്താവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ വഹാബികളുടെ ആശ്രയ സ്രോതസ്സായ ഇബ്നു തൈമിയയും നിരവധി ഇമാമുമാർ, ഈ പേര് പറയപ്പെട്ട ഇമാമുമാരൊന്നും ചെറിയ ആളുകളല്ല, അവരൊക്കെ ഈ കള്ളത്തരം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതും പറയുന്നത് ഏതോ ഒരു തൊപ്പി ധരിച്ച ഒരു മൗലവി. ഇയാൾക്ക് ഇത് പറയാൻ എന്ത് അടിസ്ഥാനമാണുള്ളത്?
ഇത് കള്ളക്കഥയാണെന്ന് എങ്ങനെ പറയും? ഈ ഇമാമുമാരൊക്കെ പറയുന്നത് കള്ളമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഈ ദീന് എവിടെ നിന്നാണ് കൂട്ടരെ? അള്ളാഹു ഇത്തരം ഫിത്നകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് എങ്ങനെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിനെതിരാണ് ഈ പറഞ്ഞതൊക്കെ എന്നാണ്. എന്താ ഖുർആൻ പറയുന്നത്? വിശുദ്ധമായ ഖുർആനിൽ ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കലിമാത്തുകൾ നൽകി. അള്ളാഹുവിൽ നിന്ന് ചില കലിമാത്തുകൾ ആദം നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടു. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൗബ ചെയ്തു. ഏതാണ് ആ കലിമത്ത്? ഒന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു എന്ന് ഖുർആനിലുണ്ട്. ഇത് മാത്രം പറഞ്ഞു എന്ന് എവിടെ ഖുർആനിലുള്ളത്? അല്ലല്ലോ. ഇത് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഈ ഹദീസിനെ വിശദീകരിച്ച അല്ലെങ്കിൽ ഈ ആയത്തിനെ വിശദീകരിച്ച ഇമാമുമാർ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ അൽ ജാമിഇ അഹ്കാമിൽ ഖുർആനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഖ്തലഫ അഹ്ലു തഅ്വീൽ. ഇവിടെ ഭിന്ന വീക്ഷണങ്ങളുണ്ട്, ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് ഒന്ന്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഅൻ മുജാഹിദിൻ അയ്ളൻ സുബ്ഹാനകല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതുകൊണ്ട് ദുആ ചെയ്തു. വഖാല ത്വായിഫത്തുൻ റആ മക്തൂബൻ അലാ സാഖിൽ അർശ്. അർശിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം എഴുതി വെക്കപ്പെട്ടതായിട്ടു കണ്ടു. എന്ത് കണ്ടു? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് കണ്ടു. ഫതശഫഅ ബിദാലിക. അതുകൊണ്ട് ശഫാഅത്ത് തേടി ദുആ ചെയ്തു ആദം നബി അലൈഹിസ്സലാം. ഫഹിയൽ കലിമാത്ത്. ഇതൊക്കെ ഈ കലിമാത്തിന്റെ വിവക്ഷയിൽ പെടുന്നതാണ്. അപ്പൊ കലിമാത്ത് എന്ന് പറഞ്ഞാൽ കേവലം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് മാത്രമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. മറ്റു പല ഇമാമുമാരും അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഇതൊക്കെ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള തീർത്തും കുതന്ത്രങ്ങളല്ലേ ഇവർ ഇവിടെ നടത്തുന്നത്. അത് മാത്രമല്ല, പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ, ഹാഫിദ് ഇബ്നു അസാക്കിർ അവിടുത്തെ കിതാബിൽ താരിഖു ദിമഷ്കിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, ലം യസലില്ലാഹു തആല യതഖദ്ദമു ഫിൻ നബി ഇലാ ആദം ഫമൻ ബഅദഹു വലം തസലിൽ ഉമമു തതബാശറു ബിഹി. ആദം നബി അലിഹിസ്സലാം മുതലുള്ള സമൂഹം മുഴുവൻ തതബാശറു ബിഹി വതസ്തഫ്തിഹു ബിഹി ഹത്താ അഖ്റജഹുല്ലാഹു ഫീ ഖൈരി ഉമ്മത്തിൻ വഫീ ഖൈരി ഖർനിൻ വഫീ ഖൈരി അസ്ഹാബിൻ വഫീ ഖൈരി ബലദിൻ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. അഥവാ എല്ലാ സമൂഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ അത് ഖുർആനിനെതിരായത് എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഖുർആനിനെതിരായത് എന്ന് വ്യക്തമാക്കി പറയണ്ടേ? ഇതിലെന്താണ് പ്രശ്നമുള്ളത് എന്ന് വ്യക്തമാക്കി പറയണ്ടേ? അതൊന്നും ഇല്ലാതെ വാട്സപ്പിൽ ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കി വിടുക, ക്യാമറക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കി വിടുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം തെറ്റിദ്ധാരണകളിലൊന്നും നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.